ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടൊരു മുട്ടക്കറി ഉണ്ടാക്കാം കേട്ടോ. അതിനായിട്ട് ആദ്യം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കണം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും കുറച്ച് പെരിഞ്ചീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഇഞ്ചി ചതച്ചതും ഒരു 3 വെളുത്തുള്ളി ചതച്ചതും ഒരു പച്ചമുളക് അരിഞ്ഞും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ഒരു 3 സവാള ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഉപ്പിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു ഭരണി വാങ്ങിയിട്ടുണ്ട്. 80 രൂപയാണ് അതിൻ്റെ വില വരുന്നത്. ഇനി നമുക്ക് ഇതിലോട്ടൊരു 1 സ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള എണ്ണക്കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വഴണ്ട് വരണം. നമ്മുടെ സവാള നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സവാള ഒരു സൈഡിലോട്ട് ഒതുക്കി വെച്ചിട്ട് കുറച്ചുകൂടി ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി കൂടിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ സ്റ്റെപ്പ് നമ്മൾ ചെയ്ത് എന്തിനാന്ന് വെച്ചാൽ കുറച്ചുകൂടി കറിക്ക് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇതുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം, വെള്ളമൊക്കെ മതിയോന്ന്. ഇനി നമ്മുടെ അത്യാവശ്യം കട്ടിക്കനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ജസ്റ്റ് ആ മസാലയുടെ കുത്തൽ വരാൻ വേണ്ടിയിട്ട് 1 നുള്ള് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ കറിക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തരും. നമുക്ക് കറിക്ക് കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് കുറച്ച് കോൺഫ്ലോർ കൂടി കലക്കി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻസൊക്കെ അറിയിക്കണം. നമ്മുടെ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലുള്ള ഒരുപാട് ഐറ്റംസ്, ഒരു വിഷയത്തിലല്ല കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇപ്പോൾ കുക്കിംഗ് ചാനൽ മാത്രമല്ല, കുക്കിംഗ് ഇതിൻ്റെ പാർട്ടായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ.